സനാഉല്ലാ അൽ ഹിന്ദി അൽ അമൃത്സരി റഹിമഹുല്ലാ അവരുടെ തഫ്സീറുൽ ഖുർആൻ ബി കലാമിർ റഹ്മാൻ എന്ന കിതാബിൻ്റെ ദർസ് ഓഡിയോ നമ്പർ 23. സൂറത്തുൽ ബഖറ ആയത്തുകൾ 130 മുതൽ 141 വരെ. ആയത്തുകൾ: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن يرغب عن ملة إبراهيم إلا من سفه نفسه ولقد اصطفيناه في الدنيا وإنه في الآخرة لمن الصالحين إذ قال له ربه أسلم قال أسلمت لرب العالمين ووصى بها إبراهيم بنيه ويعقوب يا بني إن الله اصطفى لكم الدين فلا تموتن إلا وأنتم مسلمون أم كنتم شهداء إذ حضر يعقوب الموت إذ قال لبنيه ما تعبدون من بعدي قالوا نعبد إلهك وإله آبائك إبراهيم وإسماعيل وإسحاق إلها واحدا ونحن له مسلمون تلك أمة قد خلت لها ما كسبت ولكم ما كسبتم ولا تسألون عما كانوا يعملون وقالوا كونوا هودا أو نصارى تهتدوا قل بل ملة إبراهيم حنيفا وما كان من المشركين قولوا آمنا بالله وما أنزل إلى إبراهيم وإسماعيل وإسحاق ويعقوب والأسباط وما أوتي موسى وعيسى وما أوتي النبيون من ربهم لا نفرق بين أحد منهم ونحن له مسلمون فإن آمنوا بمثل ما آمنتم به فقد اهتدوا وإن تولوا فإنما هم في شقاق فسيكفيكهم الله وهو السميع العليم صبغة الله ومن أحسن من الله صبغة ونحن له عابدون قل أتحاجوننا في الله وهو ربنا وربكم ولنا أعمالنا ولكم أعمالكم ونحن له مخلصون أم تقولون إن إبراهيم وإسماعيل وإسحاق ويعقوب والأسباط كانوا هودا أو نصارى قل أأنتم أعلم أم الله ومن أظلم ممن كتم شهادة عنده من الله وما الله بغافل عما تعملون
തിൽക ഉമ്മത്തും ഖദ് ഖലത് ലഹാ മാ കസബത് വലകും മാ കസബ്തും വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ. വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹീമ. തഫ്സീർ പേജ് 34 ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മാർഗം മില്ലത്തിനെ തൊട്ട് തൃപ്തി അടയാത്തവൻ ആരുണ്ട്? അത് തൃപ്തിപ്പെടാത്ത ആരുണ്ട്? ഐ ലാ യർഗബു അൻഹ, ആ ഇബ്രാഹിമി മില്ലത്ത് ഇഷ്ടപ്പെടാത്ത ആരുണ്ട്? ഇല്ലാ മൻ സഫിഹ നഫ്സഹ്, സ്വയം പൊട്ടനായവൻ ഒഴികെ. ഇല്ലാമൻ സഫിയ എന്ന് പറഞ്ഞാൽ ഐ അജ്ഹല, വിഡ്ഢി ആയവൻ, സ്വയം വിഡ്ഢിയാക്കിയവൻ എന്നതാണ്. വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയാ, ദുനിയാവിൽ അദ്ദേഹത്തെ നാം തെരഞ്ഞെടുത്തു. വ ഇന്നഹു, നിശ്ചയം അദ്ദേഹം, ഫിൽ ആഖിറത്തി, പരലോകത്ത്, ലമിന സ്വാലിഹീൻ, നിശ്ചയം സജ്ജനങ്ങളിൽപ്പെട്ടവനാകുന്നു എന്ന്. ഹാദാ ഇല്ലത്തുൻ ലിസഫഹിൽ മുഗ്രിദി അൻ മില്ലത്തിഹി അലൈഹിസ്സലാം. തഫ്സീറിൽ പറയണത് ഇത് എന്താണ് കാരണമാണ് പറയുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാം ദുനിയാവിൽ തിരഞ്ഞെടുക്കപ്പെട്ടവനും ആഖിറത്തിൽ സച്ചരിതരിൽപ്പെട്ടവനും ആകുന്നു. അപ്പോൾ പിന്നെ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ആ മാർഗം വിട്ടു പോകുന്നവൻ, അതിഷ്ടപ്പെടാത്തവൻ, അവൻ സ്വയം വിഡ്ഢിയാവനല്ലാതെ മറ്റാരും അല്ല എന്ന്. അപ്പോൾ ആ മോരിവ് ഇബ്രാഹിമി മാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുന്നവൻ്റെ ആ വിഡ്ഢിത്തത്തിൻ്റെ കാരണം പറയണം. ഉദ്കുറു, ഇനി നിങ്ങൾ സ്മരിക്കുവിൻ. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം, ഇത് ഖാല ലഹു, അദ്ദേഹത്തോട് പറഞ്ഞ സന്ദർഭം, റബ്ബുഹു, അദ്ദേഹത്തിൻ്റെ റബ്ബ്, അതായത് അള്ളാഹു, അസ്ലിം, നീ കീഴ്പ്പെടണം, അതായത് മുസ്ലിം ആകണം. ഖാല, അപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം എന്താ പറഞ്ഞത്? അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവിന് ഞാൻ കീഴ്പ്പെട്ടിരിക്കുന്നു, ഞാൻ മുസ്ലിമായിരിക്കുന്നു. വവസ്സാ ബിഹ, അതുകൊണ്ട് വസിയത്ത് ചെയ്യുകയും ചെയ്തു. ആര്? എന്തുകൊണ്ട്? ഹാ എന്ന് പറഞ്ഞത് ബിൽ മില്ലത്തിൽ ഹനീഫിയ, ഋജു ആയ മാർഗം, ദീനുൽ ഇസ്ലാം കൊണ്ട്. ആര്? ഇബ്രാഹിം അലൈഹി ഇസ്ലാം വസിയത്ത് ചെയ്തു. ബനീഹി, തൻ്റെ സന്തതികളെ. യാഖൂബ് അലൈഹി ഇസ്ലാം വസിയത്ത് ചെയ്തു. യാ ബനിയ, എന്താ വസിയത്ത് ചെയ്ത്? എൻ്റെ സന്തതികളെ, ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു ഇസ്തഫ, ചേർത്ത് വന്നുമ്പോൾ ഇന്നല്ലാഹ ഇസ്തഫ. നിങ്ങൾക്ക് അള്ളാഹു തിരഞ്ഞെടുത്തിരിക്കുന്നു, ശുദ്ധീകരിച്ചു തന്നിരിക്കുന്നു, ലക്കും, നിങ്ങൾക്ക് അദ്ദീന, ദീനിനെ, സംശുദ്ധമായ ദീനിനെ, ഫലാ തമൂതുന്ന, അതിനാൽ നിങ്ങൾ മരിക്കുകയേ ചെയ്യരുത്, ഇല്ലാ വ അൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായ അവസ്ഥയിൽ, അള്ളാഹുവിനെ കീഴ്പ്പെടുന്ന അവസ്ഥയിൽ അല്ലാതെ, കീഴ്പ്പെട്ട അവസ്ഥയിലല്ലാതെ. ഐ ദൂമു അലൽ ഇൻഖിയാദില്ലാഹി തആല, അള്ളാഹുവിനെ കീഴ്പ്പെടുന്നതിൽ നിങ്ങൾ അത് നിലനിർത്തുക, അതങ്ങനെ തന്നെ ആവുക എന്നതാണ്. ലാ യഅതി അലൈക്കും സമാനുൻ, നിങ്ങളുടെ അടുത്ത് ഒരു കാലമുണ്ടാവരുത്, വരരുത്. എങ്ങനെ? മാ ഇല്ലാ വ അൻതും മുൻഖാദൂന ലില്ലാഹി തആല, നിങ്ങൾ മുസ്ലിങ്ങളല്ലാതെ മരിക്കുന്ന ഒരു കാലത്തും നിങ്ങൾ അള്ളാഹുവിന് കീഴ്പ്പെടാത്തവർ ആകുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്, അങ്ങനത്തെ ഒരു കാലം ഉണ്ടാവരുത്. ലിഖൗലിഹി തആല, അള്ളാഹു തആലയുടെ വചനത്തിൻ്റെ സ്ഥാനത്തിൽ, വമാ തദ്രീ നഫ്സും ബിഅയ്യി അർദിൻ തമൂത്ത്, സൂറത്തുൽ ലുഖ്മാൻ 34-ാമത്തെ ആയത്ത്. അതായത് ഒരു ആത്മാവിനും അറിയില്ല, ഒരാൾക്കും അറിയില്ല ഏത് ഭൂമിയിൽ വെച്ചാൽ മരിക്കുക എന്ന്. അപ്പോൾ മരിക്കുമ്പോൾ അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ടല്ലാതെ, മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കരുത് എന്ന് പറയുമ്പോൾ, ഏത് സാഹചര്യത്തിലും ഏത് കാലത്തും നിങ്ങൾ എന്തായിരിക്കണം? മുസ്ലിങ്ങൾ ആയിരിക്കണം. കാരണം എവിടെ വെച്ചിട്ടാണ് എപ്പോൾ മരിക്കുന്നൊന്നും അറിയില്ലല്ലോ. അം കുന്തും, നിങ്ങളാണോ? അയ്യുഹൽ യഹൂദ്, അല്ലയോ യഹൂദികളെ, ശുഹദാ, നിങ്ങൾ സാക്ഷികളാണോ? ഇത് ആയിരുന്നോ? ഇത് ഹദറ യഅഖൂബ അൽ മൗത്ത്, യാക്കൂബ് അലൈഹി ഇസ്ലാമിനും മരണം ആസന്നമായ സമയത്ത് നിങ്ങളവിടെ ഹാജരുണ്ടായിരുന്നു. ഇത് ഖാല ലിബനീഹി, അദ്ദേഹം തൻ്റെ മക്കളോട് പറഞ്ഞ സന്ദർഭം, മരണം ആസന്നമായപ്പോൾ, മാ തഅ്ബുദൂന മിൻ ബഅദി, എനിക്ക് ശേഷം, എൻ്റെ കാലശേഷം നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുക എന്ന്. ഖാലു, ആ യാക്കൂബ് അലൈഹി ഇസ്ലാമിൻ്റെ സന്തതികൾ മറുപടി പറഞ്ഞു, ജമിയ, അതായത് അവർ മുഴുവൻ മറുപടി പറഞ്ഞു,
നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ ഇലാഹൻ വഹിദ. നഅബുദു ഞങ്ങൾ ഇബാദത്ത് ചെയ്യും, ഇലാഹക്ക താങ്കളുടെ ഇലാഹിനെ, വ ഇലാഹ ആബായിക്ക താങ്കളുടെ പൂർവ്വപിതാക്കളുടെ ഇലാഹിനെയും, ഇബ്രാഹിം ഇസ്മായിൽ ഇസ്ഹാഖ് താങ്കളുടെ പൂർവ്വപിതാക്കളായ ഇബ്രാഹിം ഇസ്മായിൽ ഇസ്ഹാഖ് എന്നിവരുടെയും ഇലാഹിനെ, ആരാധ്യനെ, ഇലാഹം വാഹിദ ഒരേ ഒരു ഇലാഹ്, അതായത് ഇവരുടെ എല്ലാം ആരാധ്യനായ ഇലാഹായ അള്ളാഹുവിനെ മാത്രമേ ഞങ്ങൾ ഇബാദത്ത് ചെയ്യൂ എന്ന് യാക്കൂബ് അലൈഹി ഇസ്ലാമിൻ്റെ സന്തതികൾ മറുപടി പറഞ്ഞു. ബദൽ മിൻ ഇലാഹക്ക, ഇലാഹക്ക എന്ന് പറഞ്ഞേ, ഇലാഹക്ക താങ്കളുടെ ഇലാഹ് എന്ന് പറഞ്ഞത് അതിലേക്കുള്ള ബദലാണ്. ഇലാഹം വാഹിദ ഒരേ ഒരു ഇലാഹ് എന്ന് ബദൽ അതിൻ്റെ. ഇനി വനഹ്നു ലഹു മുസ്ലിമൂൻ ഞങ്ങൾ അവന് കീഴ്പ്പെടുന്നവരായിരിക്കും എന്ന് ആര് പറഞ്ഞു? യാക്കൂബ് അലൈഹി ഇസ്ലാമിൻ്റെ സന്തതികൾ അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് ഉത്തരമായി അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് പറഞ്ഞു എന്നതാണ്. ലാ ലിഗൈരിഹി മറ്റൊരാൾക്കും അല്ല ഞങ്ങൾ കീഴ്പ്പെടുക എന്ന്. തിൽക അത്, അതായത് ആ സമുദായം, അർ-റസൂലുല്ലദീ ദുക്കിറത് ഇപ്പോൾ പരാമർശിക്കപ്പെട്ട മുർസലീങ്ങൾ, അത് അവരുടെ സമുദായം. ഉമ്മത്തുൻ ഖദ് ഖലത് കഴിഞ്ഞു പോയ സമുദായമാണ്. മളത് ഫി വഖതിഹ അത് അതതിൻ്റെ കാലത്ത് കഴിഞ്ഞു പോയ സമുദായങ്ങളാണ്. മുൻകാലത്തെ സമുദായങ്ങളെക്കുറിച്ചല്ല പറഞ്ഞത്, അവരുടെ പ്രവാചകന്മാരെക്കുറിച്ചും. ലഹാ മാ കസബത് അവർക്ക് അവർ സമ്പാദിച്ചതുണ്ടാകും. വലക്കും മാ കസബ്തും നിങ്ങൾക്ക് നിങ്ങൾ സമ്പാദിച്ചതുമുണ്ടാകും. വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ നിങ്ങൾ ചോദിക്കപ്പെടുന്നവരല്ല. വലാ തുസ്അലൂൻ അമ്മാ കാനൂ യഅമലൂൻ അവർ പ്രവർത്തിച്ചത് സംബന്ധിച്ച് നിങ്ങളോട് ചോദിക്കൂല. അൽ മഖ്സൂദു അൽ അക്സ് ഉദ്ദേശ്യം ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ്, വിപരീതം. അതായത് എന്താണ്? ഐ ലാ യസ്അലൂന അമ്മാ തഅമലൂന അയ്യുഹൽ യഹൂദ് നിങ്ങളെങ്ങനെ എന്ത് പ്രവർത്തിച്ചു എന്നുള്ളത് അവർ നിങ്ങളോടും ചോദിക്കൂല എന്ന്. ഖൗലിഹി തആല അല്ലാഹു തആലയുടെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വലാ തുസ്അലു അൻ അസ്ഹാബിൽ ജഹീം അൽ ബഖറ 119 ആയത്ത്. നരകക്കാരെക്കുറിച്ച് നിങ്ങൾ ചോദിക്കപ്പെടുന്നതല്ല എന്ന്. വഖാലു അവർ പറയുകയും ചെയ്തു, അതായത് ആര്? അൽ യഹൂദു വൻ നസാറ യഹൂദികളും നസാറാക്കളും. കൂനു നിങ്ങളാവണം, അതായത് ആരാവണം? അയ്യുഹൽ മുസ്ലിമൂൻ അല്ലയോ മുസ്ലിങ്ങളെ. മുസ്ലിങ്ങളോട് യഹൂദികളും നസാറാക്കളും പറഞ്ഞതാ. ഹൂദൻ ഔ നസാറ നിങ്ങൾ യഹൂദികളാകണം അല്ലെങ്കിൽ നസാറാക്കളാകണം എന്ന് രണ്ടു കൂട്ടരും പറഞ്ഞേക്കല്ല. എങ്ങനെയാണ്? ഐ കാലത്തിൽ യഹൂദു യഹൂദികൾ പറഞ്ഞു കൂനു ഹൂദ നിങ്ങൾ യഹൂദികളാകണം എന്ന്. കാലത്തിൻ്റെ നസാറ നസാറാക്കൾ പറഞ്ഞത് നിങ്ങൾ കൂനു നസാറ നിങ്ങൾ നസാറാക്കളാകണം. ലി സുബൂത്തി തബാഗുദി ബൈനഹും കാരണം എന്താ? അവർക്കിടയിലുള്ള വിദ്വേഷം സ്ഥിരപ്പെട്ടതിനാൽ. ലി ഖൗലിഹി തആല അല്ലാഹു തആലയുടെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വഖാലത്തിൽ യഹൂദു ലൈസത്തിൻ നസാറ അലാ ഷൈഇൻ യഹൂദികൾ പറഞ്ഞു നസാറാക്കൾ ഒന്നുമല്ല, ഒരു ചുക്കുമല്ല. വഖാലത്തിൻ നസാറ ലൈസത്തിൽ യഹൂദു അലാ ഷൈഇൻ നസാറാക്കൾ പറഞ്ഞു യഹൂദികൾ ഒരു ചുക്കുമല്ല, ഒന്നുമല്ല എന്ന്. അപ്പം അതുകൊണ്ട് അവർ യഹൂദികൾ നസാറാക്കളും നിങ്ങൾ യഹൂദികളാകണം അല്ലെങ്കിൽ നസാറാക്കളാകണം എന്ന് പറഞ്ഞില്ലേ മുസ്ലിങ്ങളോട്. അതിൻ്റെ ഉദ്ദേശം എന്താണ്? യഹൂദികൾ യഹൂദികളാകണം എന്ന് പറഞ്ഞു, നസാറാക്കൾ പറഞ്ഞു മുസ്ലിങ്ങളോട് നിങ്ങൾ നസാറാക്കളാകണം എന്ന് പറഞ്ഞു എന്നതാണ്. കാരണം യഹൂദികൾ ഒരിക്കലും നിങ്ങൾ നസാറാക്കളാകണം എന്ന് പറയില്ല, കാരണം അവർക്കിടയിൽ ശത്രുത ഉണ്ട് എന്നതാണ്. തഹ്തദു അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഹിദായത്ത് കിട്ടും എന്ന്, നിങ്ങൾ ശരിയായ മാർഗത്തിലാകുമെന്ന് യഹൂദികളും നസാറാക്കളും പറഞ്ഞു. കൊൽ നബിയെ പറയാ. എന്നാൽ എന്താണ് പറയേണ്ടത്? നബിയോട് പറയാണ് ബൽ എന്നാൽ പക്ഷേ ഇഖ്തർന അതായത് ഞങ്ങൾ തിരഞ്ഞെടുത്തു മില്ലത ഇബ്രാഹീമ ഹനീഫ റജുമാൻസായ ഇബ്രാഹീമിൻ്റെ മാർഗം മില്ലത്ത് ആണ് ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഹാലും മിനൽ മുദാഫിലിൻ്റെ ഹാലാണെന്നൊക്കെ നഹ്യ ആവശ്യമാണ്. വമാ കാന മിനൽ മുശ്രിക്കീൻ അദ്ദേഹം ബഹുദൈവ വിശ്വാസികൾ മുശ്രിക്കുകളിൽപ്പെട്ടവനായിരുന്നില്ല. കമാ അന്തും നിങ്ങളായിരുന്ന ആയ പോലെ. അതായത് എന്തുകൊണ്ടാണ് അവരാണ് പറഞ്ഞത്? അവർ അള്ളാഹു അല്ലാത്തവരെ ഇബാദത്ത് ചെയ്യാൻ തുടങ്ങി എന്നതാണ് യഹൂദികളും നസാറാക്കളും. ഖുലൂ നിങ്ങൾ പറയണം, അള്ളാഹു നിർദ്ദേശിക്കണം, അയ്യുഹൽ മുഅ്മിനൂൻ അല്ലയോ സത്യവിശ്വാസികളെ എന്ത് പറയണം? ആമന്നാ ബില്ലാഹി വമാ ഉൻസില ഇലൈന
ആമന്ന ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു ബില്ലാഹി അള്ളാഹുവിനെ കൊണ്ട് ഉമാ ഉൻസില ഇലൈന ഞങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും ഇറക്കപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അതായത് മിനൽ ഖുർആനിൽ നിന്ന്. وما أنزل إلى إبراهيم وإسماعيل وإسحاق ويعقوب والأسباط. ഖുർആനിൽ മാത്രമല്ല ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത്, ഖുർആനിൽ വിശദമായിട്ട് വിശ്വസിച്ചിരിക്കുന്നു. മറ്റുള്ള വേദങ്ങളിൽ, മുൻ വേദങ്ങളിൽ ഒക്കെ ഞങ്ങൾ മൊത്തത്തിൽ അത് അള്ളാഹുവിൻ്റെ കലാമാണ് എന്ന് വിശ്വസിച്ചിരിക്കുന്നു എന്നതാണ്. ഇബ്രാഹിം അലൈഹി സ്വലാമിലേക്കും ഇസ്മായിൽ, ഇസ്ഹാഖ്, യാക്കൂബ് അലൈഹിമുസ്സലാം അവരിലേക്കും അദ്ദേഹത്തിൻ്റെ സന്തതികളിലേക്കും ഒക്കെ ഇറക്കപ്പെട്ടതിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. മിൻ സുഹഫി ഔലാദി യാക്കൂബ്, യാക്കൂബ് അലൈഹി ഇസ്ലാമിൻ്റെ സന്തതികളിലേക്ക് ഇറക്കപ്പെട്ട ഏടുകൾ. വമാ ഊതിയ മൂസ വഈസ, മൂസ അലൈഹി ഇസ്ലാമിനും ഈസ അലൈഹി ഇസ്ലാമിനും ഇറക്കപ്പെട്ടതിലും ഒക്കെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. وما أوتي النبيون من ربهم, അവരുടെ റബ്ബിങ്കിൽ നിന്ന് നബിമാർ കൊണ്ടുവരപ്പെട്ടതിലും നബിമാർക്ക് നൽകപ്പെട്ടതിലും. ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും, നബിമാർക്കിടയിൽ ഞങ്ങളൊരു വിവേചനം കൽപ്പിക്കുന്നില്ല. അതായത് ഇങ്ങനെ ബി അൻ നുഅ്മിനു ബിബഅദിൻ വനക്ഫുറ ബി അൻ നുഅ്മിന ബിബഅദിൻ വനക്ഫുറ ബിബഅദിൻ, അവരിൽ ചിലരെ വിശ്വസിക്കുക, അല്ലെങ്കിൽ അവർ കൊണ്ടുവന്ന ചിലത് വിശ്വസിക്കുക, ചിലരെ അവിശ്വസിക്കുക, അല്ലെങ്കിൽ അവർ കൊണ്ടുവന്ന ചില കാര്യങ്ങൾ അവിശ്വസിക്കുക, ചിലത് വിശ്വസിക്കാതിരിക്കുക. അങ്ങനെ ഒരു നിലപാട് ഞങ്ങൾ മുസ്ലിങ്ങൾക്കില്ല. ഞങ്ങൾക്ക് വർഗീയതയില്ല. ഞങ്ങൾ മുൻ പ്രവാചകന്മാരുടെയും അവരുടെ വേദങ്ങളെയും അംഗീകരിക്കുന്നവരാണ് എന്ന്. വനഹ്നു ലഹു, ഞങ്ങൾ അവന്, അതായത് ലില്ലാഹി വഹ്ദ, അള്ളാഹുവിന് മാത്രം മുസ്ലിമൂൻ, കീഴ്പ്പെടുന്നവരാണ് എന്ന്. ഫഇൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി, ഫഇൻ ആമനു നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ, ബിമിസ്ലി മാ ആമൻതും ബിഹി, അവർ വിശ്വസിക്കുകയാണെങ്കിൽ, ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി, നിങ്ങൾ വിശ്വസിച്ചത് പോലത്തത് കൊണ്ട്. മിസ്ൽ എന്നുള്ള ഇവിടെ സാധ്യതയാണ് സിയാദ. ഈ ഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ, ഇത്തബിഉ മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും, അൽ അറാഫ് 3-ാമത്തെ ആയത്ത്. ഇത്തബിഉ നിങ്ങൾ പിന്തുടരൂ, മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്ന് നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടത് എന്ന്. ഫഖദ് ഇഹ്തദൗ, അപ്പോൾ അവർ നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുകയാണെങ്കിൽ ആ യഹൂദി നസാറാക്കൾ എന്താകും? ഫഖദ് ഇഹ്തദൗ, അവർ ഹിദായത്തിലാകും, സന്മാർഗദർശനം കിട്ടിയവരാകും. വഇൻ തവല്ലൗ, ഇനി അവർ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിലോ എന്താകും അവരുടെ അവസ്ഥ? ഐ അഅറദു അൻഹു, അതിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു കളഞ്ഞാൽ, ഫഇന്നമാ ഹും ഫീ ശിഖാഖ്, നിശ്ചയം അവർ കക്ഷിത്വത്തിൽ തന്നെയായിരിക്കും, കക്ഷിത്വത്തിൽ ഭിന്നതയിലായിരിക്കും. മുഖാലഫത്തൽ ഹഖ്, ഹക്കിനെതിരായ. ഫസയക്ഫീകഹുമുല്ലാഹ്, അപ്പോൾ അവർക്കതിൽ താങ്കൾക്ക് അള്ളാഹു മതിയാകും എന്ന്. വഹ്ദ, അവൻ മാത്രം മതിയാകും. വഹുവ സമീഉൽ അലീം, അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. അതായത് യസ്മഉ അഖ്വാലഹും, അവരുടെ സംസാരങ്ങൾ അള്ളാഹു കേൾക്കുന്നു. വയഅലമു അഹ്വാലഹും, അവരുടെ അവസ്ഥകൾ അള്ളാഹു അറിയുന്നു. ലിഖൗലിഹി തആല, അള്ളാഹു തആലയുടെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ, ഫഇന്നഹു യഅലമു സിർറ വഅഖ്ഫാ, ത്വഹ 7-ാമത്തെ ആയത്ത്. നിശ്ചയം അവൻ രഹസ്യവും പരസ്യവും, അത് രഹസ്യവും ഒളിച്ചു വെക്കുന്നതും ഒക്കെ അറിയുന്നു എന്ന്. ഖൂലു, നിങ്ങൾ പറയും, ഇഖ്തർനാ, ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നു, സിബ്ഗതല്ലാഹ്, അല്ലാഹുവിൻ്റെ വർണ്ണം ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നു. വമൻ അഹ്സനു മിനല്ലാഹി സിബ്ഗ, അല്ലാഹുവിനേക്കാൾ നല്ല വർണ്ണം, അല്ലാഹുവിൻ്റെ ഇതിനേക്കാൾ നല്ല വർണ്ണം ഏതുണ്ട്? വനഹ്നു ലഹു ആബിദൂൻ, ഞങ്ങൾ അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യുന്നവരാണ്. അതായത് ലാ കമിസ്ലിക്കും, നിങ്ങളെപ്പോലെയല്ല. തഅബുദൂന അല്ലാഹ മറത്തൻ വൽ മസീഹ ഉസൈറൻ ഉഖ്റ, നിങ്ങളാണെങ്കിലോ അള്ളാഹിനെയും ചിലപ്പോൾ ആരാധിക്കും, അവർക്ക് അള്ളാഹിനെ ആരാധിക്കും, പിന്നെ മസീഹിനെയും ഉസൈറിനെയൊക്കെ ആരാധിക്കും. ആ ഒരു നിലപാടല്ല ഞങ്ങൾ മുഹമ്മദ് നബി ഇന്നും ആരാധിക്കുന്നില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിനെ മാത്രം ആരാധിക്കുന്നു. ഖുൽ അതുഹാജ്ജൂനനാ ഫില്ലാഹി, ഖുൽ നബിയെ പറയാ, അതുഹാജ്ജൂനനാ ഫില്ലാഹ്, അള്ളാഹുവിൻ്റെ വിഷയത്തിൽ നിങ്ങൾ ഞങ്ങളോട് തർക്കിക്കുകയാണോ? വഹുവ റബ്ബുനാ വ റബ്ബുക്കും, അവൻ നിങ്ങളുടെ റബ്ബും ഞങ്ങളുടെ റബ്ബുമാണ്. റബ്ബുന, ഞങ്ങളുടെ റബ്ബ്. വലനാ അഅ്മാലുനാ, ഞങ്ങൾക്ക് ഞങ്ങളുടെ കർമ്മം. വലക്കും അഅ്മാലുക്കും,
നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മം. വനഹ്നു ലഹു മുഖ്ലിസൂൻ, ഞങ്ങളാകട്ടെ അവന് മുഖ്ലിസീങ്ങളായി, അവനെ തനിച്ചാക്കി അവന് മാത്രമായി ഇബാദത്ത് ചെയ്യുന്നവരാണ്. വസമറത്തുൽ ഇഖ്ലാസി ലിൽ മുഖ്ലിസി അയ്യമ്മ കാന, എവിടെയായിരുന്നാലും മുഖ്ലിസിന് ഇഖ്ലാസിൻ്റെ ആ ഫലമുണ്ടാകും. ലാ കമാ സഅംതും, നിങ്ങൾ വാദിക്കുന്നത് പോലെയല്ല. നഹ്നു അബ്നാഉല്ലാഹി വ അഹിബ്ബാഉ മിൻ ദൂനിന്നാസ്, ജനങ്ങളെ കൂടാതെ ഞങ്ങളാണ് അള്ളാഹിൻ്റെ മക്കൾ, അള്ളാഹിൻ്റെ പ്രിയങ്കരന്മാർ എന്ന് നിങ്ങൾ വാദിക്കുന്നത് പോലെയല്ല കാര്യം. അം തഖൂലൂന, അതോ നിങ്ങൾ പറയുകയാണോ അയ്യുഹൽ യഹൂദ് വൻ നസാറ, അതായത് അല്ലെ നസാറാക്കളെ, യഹൂദികളെ, എന്ത് ഇന്ന ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ വ യഅഖൂബ വൽ അസ്ബാത്വ, ഇബ്രാഹിമും ഇസ്മായിൽ ഇസ്ഹാഖ് യാഖൂബ് അദ്ദേഹത്തിൻ്റെ സന്തതികളൊക്കെ നിശ്ചയം കാനൂ ഹൂദൻ ഔ നസ്വാറ, അവർ യഹൂദികളും നസ്വാറാക്കളും ആയിരുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന്. ഖുൽ അഅൻതും അഅലമു അമില്ലാഹ്, ഖുൽ നബിയെ പറയാ, അൻതും അഅലമു, നിങ്ങളാണോ കൂടുതൽ അറിയുന്നവർ, അമില്ലാതോ അല്ലാഹുവാണ്. ലാ ശക്ക അന്നല്ലാഹ അഅലമു, സംശയമില്ല അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ. വഹുവ അഖ്ബറന ബിമദ്ഹബിഹി, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ മദ്ഹബ്, മതം, വഴി ഏത് എന്ന് അവൻ അള്ളാഹു ഞങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അന്നഹു കാന മുവഹ്ഹിദൻ മുഖ്ലിസൻ ലില്ലാഹ്, നിശ്ചയം അദ്ദേഹം ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഏകദൈവ വിശ്വാസി, തൗഹീദ് ഉൾക്കൊണ്ട ആളായിരുന്നു, അള്ളാഹുവിന് മാത്രം തനിച്ചാക്കി ഇബാദത്ത് ചെയ്യുന്ന മുഖ്ലിസായിരുന്നു എന്ന്. ഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനത്തിന്റെ സ്ഥാനത്തിൽ മാ കാന ഇബ്രാഹീമു യഹൂദിയ്യൻ വലാ നസ്റാനിയ്യ, ഇബ്രാഹിം അലൈഹി ഇസ്ലാം യഹൂദിയോ നസ്റാനിയോ ആയിരുന്നില്ല. വലാകിൻ കാന ഹനീഫൻ മുസ്ലിമ, പക്ഷേ അദ്ദേഹം എന്തായിരുന്നു? ഹനീഫ്, ഋജുമാനസനായ, നേരെ ഹനീഫിയത്തിൻ്റെ മാർഗം സ്വീകരിച്ച ആളായിരുന്നു, മുസ്ലിമായിരുന്നു, അള്ളാഹുവിന് കീഴ്പ്പെട്ടവനായിരുന്നു. വമാ കാന മിനൽ മുശ്രികീൻ, അദ്ദേഹം ബഹുദൈവ വിശ്വാസികളിൽ മുശ്രിക്കുകളിൽപ്പെട്ടവനായിരുന്നില്ല. ആലു ഇമ്രാൻ 67-ാമത്തെ ആയത്ത്. വഖദ് അദ്ഖൽതും ഫി മദ്ഹബിക്കും മാ ലൈസ ഫി ദീൻ ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മതത്തിലില്ലാത്ത നിങ്ങൾ നിങ്ങളുടെ വഴിയിൽ, മദ്ഹബിൽ കൂട്ടിച്ചേർത്തു എന്ന്, പ്രവേശിപ്പിച്ചു എന്ന്. ലീ ഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വഖാലത്തിൽ യഹൂദു ഉസൈറു ഇബ്നുല്ലാഹ്, യഹൂദികൾ പറഞ്ഞു ഉസൈർ അള്ളാഹിൻ്റെ പുത്രനാണ്. അത് അള്ളാഹിൻ്റെ ദീനിൽ ഇല്ലാത്ത വാദമാണ്. വഖാലത്തിൻ നസ്വാറൽ മസീഹു ഇബ്നുല്ലാഹ്, നസാറാക്കൾ പറഞ്ഞു മസീഹ് അള്ളാഹിൻ്റെ പുത്രനാണ്. തൗബ 30-ാമത്തെ ആയത്ത്. വമൻ അളലമു മിമ്മൻ കതമ ഷഹാദതൻ ഇൻദഹു മിനല്ലാഹ്, അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള സാക്ഷ്യം മറച്ചു വെച്ചവനേക്കാൾ വലിയ അക്രമി ആരുണ്ട്? സത്യം മനസ്സിലായിരിക്കാതെ മറച്ചു വെച്ചവൻ. മിൻ അന്ന ഇബ്രാഹിമ കാന മുവഹിദൻ ഖാലിസൻ മുഖ്ലിസൻ ലില്ലാഹ്, ഇബ്രാഹിം അലൈഹിസ്സലാം മുവഹിദായിരുന്നു, ഏകദൈവവിശ്വാസിയായിരുന്നു, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്നവരായിരുന്നു എന്ന സത്യം, ആ സത്യസാക്ഷ്യം മറച്ചു വെച്ചവനേക്കാൾ വലിയ അക്രമി ആരുണ്ട്? വമല്ലാഹു ബിഗാഫിലിൻ, അള്ളാഹു അശ്രദ്ധനെയല്ല, അതായത് ഗൈറ മുത്ലിഇൻ, അള്ളാഹു ഇതൊന്നും അറിയാതെ ഇങ്ങനെ നിൽക്കുന്ന ആളല്ല. അമ്മാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് സംബന്ധിച്ച്. ഫയുജാസിക്കും അമാലക്കും, അതിനാൽ തന്നെ എന്താണ്? അപ്പോൾ അവൻ നിങ്ങളുടെ കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകും എന്ന്. തിൽക്ക, അതായത് തിൽക്ക റുസുലു, ആ മുർസലീങ്ങൾ, മുൻ ഈ പറയപ്പെട്ട മുർസലീങ്ങളൊക്കെ, അമ്പിയാക്കളും മുർസലീങ്ങൾ, ഉമ്മത്തുൻ ഖദ് ഖലത്, കഴിഞ്ഞു പോയ സമുദായമാണ് അവരുടെ ആളുകൾ. മലത് ഫി ഔഖാതിഹ, അതിൻ്റെ സമയങ്ങളിൽ കഴിഞ്ഞു പോയ, നേരത്തെ പറഞ്ഞു. ലഹാ മാ കസബത് വലകും മാ കസബ്തും, അവർ സമ്പാദിച്ചതുണ്ടാകും, നിങ്ങൾക്ക് നിങ്ങൾ പ്രവർത്തിച്ചത് സമ്പാദിച്ചതുണ്ടാകും. വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചത് സംബന്ധിച്ച് നിങ്ങളോട് ചോദിക്കപ്പെടുന്നതല്ല എന്ന്.